അത് മാത്രമല്ല ഇതിലൊരു സംശയം വരുന്നത് നമുക്ക് അറിയുന്നത് 2024 ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണ്ണപ്പാളി എത്തിക്കാൻ മുരാരി ബാബു മുൻകൈ എടുത്തു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോഴുള്ളവർക്ക് ഇതിൽ എന്ത് പങ്ക് എന്നത് കൂടി വ്യക്തമാകേണ്ടതില്ലേ? തീർച്ചയായും അത് വളരെ വിശദമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആദ്യം ഒരു തവണ കൊണ്ടുപോയി 2019 ഇത് സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നു, അത് സ്വർണ്ണപൂശിയതിനു ശേഷം തിരികെ കൊണ്ടുവരുന്നു. പിന്നീട് 2024 ഇയാള് മുരാരി ബാബു തന്നെയാണ് സ്മാർട്ട് ക്രിയേഷൻസിനെ അങ്ങോട്ട് ബന്ധപ്പെടുന്നത്. കാരണം ഇതിൽ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്, സ്വർണ്ണം പൂശാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുമോ ചെയ്യുമോ എന്ന് ചോദിച്ച് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കൂടി അനുമതി ഇല്ലാതെ അക്കാര്യത്തിൽ ആദ്യം ഒരു ഇടപെടൽ നടത്തുന്ന അദ്ദേഹമാണ്. പക്ഷെ പിന്നീട് അതിനുശേഷം മുരാരി ബാബു ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു, അതിന്റെ രേഖകൾ തയ്യാറാക്കുന്നു, ഉദ്യോഗസ്ഥർ സംഭവം തേടുന്നു. അങ്ങനെ ഒരു ഗൂഢാലോചന ഭാഗത്തുമായി നടന്നിട്ടുണ്ട്. അതിൽ ഇനി ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളത് സംബന്ധിച്ചാണ് ഒരു വ്യക്തത വരേണ്ടത്. എന്തായാലും കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ചോദിച്ച് ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിലൊരു കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. യെസ്, ഇതിലുള്ള സർക്കാരിന്റെ നിലപാട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ PS പ്രശാന്ത് ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ആര് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുകയോ ചെയ്യാമെന്ന നിലപാടിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇത് ഏതൊക്കെ രീതിയിലായിരിക്കും ആ വകുപ്പിന് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ തന്നെ പ്രതിപക്ഷം ഏത് തരത്തിൽ ഇത് ഉയർത്തുന്നു എന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. ആ രീതിയിൽ പോയാൽ അതെങ്ങനെ ബാധിക്കും എന്നുള്ളത് കൂടി. ഈ ഉദ്യോഗസ്ഥരിൽ മാത്രം അന്വേഷണം നിൽക്കുകയും അവരുടെ പങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒതുങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം പരമാവധി എത്തി നിൽക്കുക എന്ന് പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ വരെ ആയിരിക്കും എത്തി നിൽക്കുക. പക്ഷെ അതിനപ്പുറത്തേക്ക് നിലവിലുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കും ഒക്കെ അന്വേഷണം പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രതിരോധിച്ച് നിൽക്കുന്ന കാര്യങ്ങളിലേക്ക് നിൽക്കാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ PS പ്രസാദ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അന്വേഷണം നടക്കട്ടെ, ഞങ്ങൾ ഉദ്യോഗസ്ഥർ ആരെങ്കിലും അവരെ പിടിക്കട്ടെ, അവർ തെറ്റ് ചെയ്ത് ശിക്ഷിക്കട്ടെ എന്നുള്ള. പക്ഷേ അദ്ദേഹത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന ചില തെളിവുകളും വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. അങ്ങനെ വരുന്നു, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണക്കൊള്ളയിൽ അന്നത്തെയും നിലവിലും ഒക്കെ ദേവസ്വം വകുപ്പ് മന്ത്രിമാർക്ക് പങ്കുണ്ടെന്നുള്ളതാണ്. അത് സാധൂകരിക്കുന്ന ഏതെങ്കിലും തെളിവുകൾ വരികയാണെങ്കിൽ സ്വാഭാവികമായും മാധ്യമങ്ങളോടും അദ്ദേഹം സസ്പെൻഷന് ശേഷം പറഞ്ഞതാണല്ലോ. കാരണം തനിക്ക് മുകളിലുള്ളവരാണ് ഈ പരിശോധനയ്ക്ക് ശേഷം അനുമതി നൽകുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹവും ആ ആളുകളിലേക്ക് തന്നെയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്? ശരിയാണ്. അത് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കുകൾ കാര്യങ്ങളെ കുറിച്ച് സ്വാഭാവികമായും ഇത്തരത്തിൽ ആളുകൾ ഇടപെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോർഡ് അംഗങ്ങൾ ഈ പറയുന്ന പോലെ ബോർഡ് അംഗങ്ങൾ ഇപ്പോൾ ഒരു പ്രതിരോധമായി എന്ന് പറയുന്നത് ഇക്കാര്യങ്ങൾ തീരുമാനിച്ചത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഈ സ്വർണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അത് ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഞങ്ങളത് കേട്ടു, ഞങ്ങളത് വിശ്വസിച്ചു, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിന്റെ കൊള്ളയുടെ ഭാഗമായി ഞങ്ങൾ നിൽക്കി വന്നിട്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. ഉദ്യോഗസ്ഥർ ഇതിൽ അട്ടിമറിക്കപ്പെട്ടതിന്റെ ഭാഗമായി ഞങ്ങൾ അതിന്റെ ഭാഗമായി പോയതാണ്. ഞങ്ങളുടെ അറിവോട് കൂടിയല്ല ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇനിയും ഇപ്പോൾ നമുക്ക് അറിയാം, പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ മുരാരി ബാബുവിനെ കൂടി ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അല്ലെങ്കിൽ വകുപ്പ് തലത്തിലുള്ള ദേവസ്വം വകുപ്പിലുള്ള ദേവസ്വം ബോർഡിലുള്ള ആർക്കൊക്കെ ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നുള്ളത് സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ വരിക. അപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള എത്രത്തോളം ഇതിന്റെ ഒരു വ്യാപ്തി എന്നുള്ളത് വളരെ ക്ലിയർ ആകുകയും ചെയ്യുക. നടപടികളിലേക്ക് ഇന്ന് തന്നെ കടക്കാനുള്ള സാധ്യതയല്ലേ സിജോ, ഈ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക്? അതിനുള്ള സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. കാരണം ഈ മാസം 30-ാം തീയതി വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SITയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകൾ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ മുരാരി ബാബുവുമാണ്. ഒരു ക്ലാരിറ്റി വരുത്തുന്നതിന്റെ ഭാഗമായി ഇവരെ രണ്ടുപേരെയും വിശദമായി ഒരുമിച്ചൊക്കെ എത്തി ചോദ്യം ചെയ്തുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത്തരത്തിൽ ആവശ്യപ്പെടാനാണ് നിലവിലുള്ള സാധ്യതയുള്ളത്. എന്തായാലും പ്രാന്തി കോടതിയിലേക്ക് മുരാരി ബാബുവുമായി അന്വേഷണ സംഘം തിരിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു 1.5 മണിക്കൂറിനുള്ളിൽ, ടോട്ടൽ 2 മണിക്കൂറാണുള്ളത്. ഇപ്പോൾ പുറപ്പെട്ടിട്ട് ഏകദേശം 6 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ റാന്നി കോടതിയിലെത്തും. ഒരുപക്ഷെ കോടതിയിലാവണം എന്നില്ല, മജിസ്ട്രേറ്റിന് അടുത്തിട്ടായിരിക്കും. 5 മണിക്ക് ശേഷമാണെന്നുള്ളത് കൊണ്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൃത്യമായി പരിശോധനകൾ, അന്വേഷണം മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് തീരുമാനം.
ഇതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം ശബരിമല സന്നിധാനത്ത് എത്തിച്ചതിൽ തെളിവെടുക്കേണ്ടത് ഈ സ്വർണം പോയ വഴികളിലൂടെ പോകേണ്ടതുണ്ട്. സ്വർണം ആദ്യം കൊണ്ടുപോയത് ചെന്നൈയിലേക്കും പിന്നീട് ബംഗളൂരുവിലേക്കും ഹൈദരാബാദിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോ അത്തരത്തിലുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത് നടക്കുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് ഈ കേസ് അന്വേഷണം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നതോടെ കൂടുതൽ ഉദ്യോഗസ്ഥർ ആ സമയത്തുണ്ടായിരുന്നവരും മാത്രവുമല്ല 2024 ഇടപെടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുരാരി ബാബുവിലേക്ക് കാര്യങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ്. രണ്ട് പ്രതികളെ, ഒന്നാം പ്രതിയെയും രണ്ടാം പ്രതിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. എത്രയും പെട്ടെന്ന് അത്തരം നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്നും മനസ്സിലാക്കും.